ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മറുപടിയായോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള രാഷ്ട്രീയമായൊരു മറുപടി ആയിട്ടില്ല. കാരണം ADGP MR അജിത് കുമാർ എന്തിന് 3 തവണ RSS നേതാക്കളെ കണ്ടു എന്നതാണ് CPI ഉന്നയിക്കുന്ന ചോദ്യം. ഇടതുമുന്നണിയിലെ തന്നെ ഏറ്റവും പ്രബലമായ ഒരു സഖ്യകക്ഷി ചോദിക്കുന്ന ചോദ്യം. പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം വിട്ടുള്ളൂ. അവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാവാം, അവരതിനിൽ ഒരു പ്രചരണവേല നടത്തുന്നു എന്ന് തന്നെയാണ് എൻ്റെയും പക്ഷം. കാരണം ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഇടതുമുന്നണിക്കുള്ളിൽ നിന്നുയരുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കുമാണ് മുഖ്യമന്ത്രി ഇന്ന് മറുപടി നൽകിയത്. ഒരു പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ പ്രതിപക്ഷത്തെ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇടതുമുന്നണിയിലെ ഒരു സ്വതന്ത്ര MLAയും ഇടതുമുന്നണിയിലെ CPI എന്ന രാഷ്ട്രീയ പാർട്ടിയും നടത്തിയ വിമർശനങ്ങൾക്കോ അവരുടെ ആവശ്യത്തിനോ പറ്റിയ മറുപടി ആയിരുന്നില്ല പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ നടത്തിയിരുന്നത്. അതുകൊണ്ട് മറുപടി തൃപ്തികരമായില്ല എന്നതാണ് എൻ്റെ നിലപാട്. എന്നാൽ രാഷ്ട്രീയമായി അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒപ്പം അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, എന്തോ വലിയ കാര്യം ഇവിടെ നടന്നു സാധിച്ചു എന്ന മട്ടിലാണ് ഇവിടെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ്. അതിനെ തുടർന്ന് പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷിൻ്റെ പ്രസംഗവും കൂടി കൂട്ടി വായിച്ചാൽ MR അജിത് കുമാറിൻ്റെ സന്ദർശനത്തെ പാർട്ടി ആ രീതിയിൽ കാണാൻ ഉദ്ദേശിക്കുന്നില്ല, ഗൗരവമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ്. അതെന്തുകൊണ്ടെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നേരത്തെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ അതൊരു പാർട്ടിയുടെ മിഷനായിരുന്നില്ല എന്നത് പാർട്ടിക്ക് വളരെ എളുപ്പം സ്ഥാപിക്കാൻ കഴിയുന്ന ഒന്നാണ്. CPMന് ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും പാർട്ടിയുമായോ ഏതെങ്കിലും സാംസ്കാരിക സംഘടനകളുമായോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള സന്ദേശം കൈമാറാൻ ADGP എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ, അതും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രകടനപരതയുള്ള ആ അർത്ഥത്തിലൊന്നും പാർട്ടിയുടെ കേഡറിൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ കൊണ്ട് നീക്കം നടത്തില്ല. അതാണ് ഇന്ന് MV ഗോവിന്ദ മാഷ് വളരെ കൃത്യമായി പറഞ്ഞത്. CPMന് ഏതെങ്കിലും തരത്തിൽ RSSുമായി ഒരു ബന്ധം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ സാധ്യമേ അല്ല. കാരണം RSSൻ്റെ പ്രത്യയശാസ്ത്ര പുസ്തകത്തിൽ തന്നെ പറയുന്നത് ആഭ്യന്തര ശത്രുക്കളിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകളാണെന്നിരിക്കെ CPMന് RSSുമായി ഒരു രാഷ്ട്രീയ ബാന്ധവം സാധ്യമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നേരിട്ട് പോയി കാണുന്നതിൽ എന്താ തടസ്സം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് രാഷ്ട്രീയമായ ഒരു സത്യസന്ധതയെ ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് CPMന് ഏതെങ്കിലും തരത്തിലൊരു RSS ബന്ധമുണ്ട് എന്ന് അജിത് കുമാറിൻ്റെ സന്ദർശനത്തെ മുൻനിർത്തിയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതെന്തുകൊണ്ടാണ് കൂടുതൽ പ്രചരണവേലയാണ്? അതാണ് ഇന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത്. പ്രത്യേകം ഒരു മാധ്യമത്തിൻ്റെ പേരെടുത്തു പറഞ്ഞാണ് ആവർത്തിച്ചു കൊണ്ടിരുന്നത് മുഖ്യമന്ത്രി. കാരണം ഇതൊരു പ്രചരണവേലയാണ് എന്ന് തോന്നൽ അണികളിൽ ഉണ്ടാക്കണം. സംസാരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ കോവളത്തെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആ മാധ്യമത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ നടത്തുന്നതൊരു പ്രചരണ വേലയാണ്, അപ്പോൾ നിങ്ങൾ ചിലത് മറന്നുപോയിരിക്കുന്നു. ഇവിടുത്തെ RSS ബന്ധം നടത്തിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ദാ നോക്കൂ, തുടക്കം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും RSSൻ്റെ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടിലെ വ്യത്യസ്തത നിങ്ങൾ കാണുന്നതല്ലേ? തലശ്ശേരി കലാപത്തിൽ നഷ്ടപ്പെട്ട ജീവൻ അത് കമ്മ്യൂണിസ്റ്റുകാരൻ്റേതല്ലേ? തലശ്ശേരി കലാപത്തിൽ ആ കലാപം അവസാനിപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് വിധേയത്വ കമ്മീഷൻ പറഞ്ഞിട്ടില്ലേ? ഈ തലശ്ശേരി കലാപത്തിൽ നിന്ന് അദ്ദേഹം പിന്നെ പോകുന്ന ഉത്തർപ്രദേശിലേക്കാണ്, ഹാഷിർപൂരിൽ. അവിടെ ആരാണ് അതിനെ അഴിച്ചുവിട്ടത്? ആരാണ് അന്ന് ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നത്? അതിനുശേഷം അദ്ദേഹം പോകുന്നത് ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണത്തിലേക്കാണ്. അതിൽ തന്നെ രണ്ടാമത്തെ കർസേവക് എന്ന് പറഞ്ഞിരിക്കുന്നത് രാജീവ് ഗാന്ധിയെക്കുറിച്ചല്ലേ? നാലാമത്തെ കർസേവക് എന്ന് പറഞ്ഞിരിക്കുന്ന നരസിംഹറാവുവിനെ കുറിച്ചല്ലേ? അങ്ങനെ കോൺഗ്രസും RSSും തമ്മിലുള്ള രാഷ്ട്രീയ ചരിത്ര ബന്ധത്തെ കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ടും ഊന്നിപ്പറഞ്ഞുകൊണ്ടും പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളെ നേരിടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആ ആരോപണങ്ങളിൽ കേരളത്തിലേക്ക് എത്തുമ്പോഴാണ് KPCC പ്രസിഡന്റ് ഷാഗിക്ക് കാവൽ നിൽക്കാൻ പോയ വിവരത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ഗോൾവാൾക്കറിൻ്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ചതിനെ കുറിച്ചൊക്കെ അദ്ദേഹം രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ടേക്ക് ഇതാണ്, പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തിന് മറുപടി നൽകി. പക്ഷേ ഇടതുമുന്നണിക്കുള്ളിൽ ADGP MR അജിത് കുമാർ എന്തിന് RSS നേതാക്കളെ 3 തവണ കണ്ടു എന്ന ഒരു ചോദ്യത്തിന് ഇടതുമുന്നണിക്കുള്ളിൽ ഉത്തരം നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയാതെ പോയി. അതാണ് മറുപടി തൃപ്തിയായില്ല എന്നതിലെ എൻ്റെ ടേക്ക്. എന്നാൽ അതേസമയം ഇതൊരു പ്രചരണ വേലയാണെന്ന് പറയാൻ ഒരു പോയിന്റ് കൂടിയുണ്ട്. എന്താണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? ആദ്യം പൂരം കലക്കി എന്നതായിരുന്നല്ലോ. പൂരം കലക്കലും MR അജിത് കുമാറിൻ്റെ സന്ദർശനവും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മൾ ആദ്യം മുതൽ തന്നെ റിപ്പോർട്ടർ TVയിലെ മീഡിയ എഡിറ്റേഴ്സ് എല്ലാവരും ഒറ്റവാചകത്തിൽ പറയുന്നത് അതുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ്. കാരണം അത് നടക്കുന്നത് 2023 മെയ് മാസം 22-ാം തീയതിയാണ്. പൂരം നടക്കുന്നത് 2024 ഏപ്രിൽ 19 അതുകൊണ്ട് ഈ ദീർഘമായ ഒരു കാലയളവിൽ അത്തരത്തിലൊരു വലിയ പ്ലാനിങ് സാധ്യമല്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്,
ഈ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ CMRL-ലുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി പോയി എന്നതാണ് പ്രതിപക്ഷത്തിന് മറ്റൊരു ആരോപണം. പക്ഷേ ആ വിഷയം ഇന്ന് പൊളിയും. കാരണം എന്താ? ആ വാർത്ത നമ്മൾ കാണുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ്, ഈ സന്ദർശനം നടത്തിയിരിക്കുന്നത് മെയ് മാസത്തിലാണ്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ വരാൻ പോകുന്ന ഒരു സംഭവത്തിന് വേണ്ടി 2023 മെയ് മാസത്തിൽ തന്നെ സന്ദർശനം നടത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രചരണ വേലയാണ്. ഇനി കരുവന്നൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ED-യുടെ അന്വേഷണത്തെ തടയാൻ MR അജിത് കുമാർ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ED എത്താൻ പാടില്ല. പക്ഷേ അതിനുശേഷമാണ് ED നിരന്തരം അവിടെ കയറി ഇറങ്ങുന്നതും കരുവന്നൂരിൽ ഈ മൊയ്തീനെ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നതും കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോകുന്നതും ആ സംഭവ വികാസങ്ങളെല്ലാം കാണുന്നതും ആ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാർ ഏതെങ്കിലും തരത്തിൽ RSS നേതാക്കളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കോ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്കോ വേണ്ടിയുള്ള ദൂതാണ് എന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ പ്രചരണം ഒരർത്ഥം വരെ പ്രചരണവേലയുടെ ഭാഗമാണ്. എന്നാൽ വിശദീകരിക്കേണ്ടത് ഇങ്ങനെ സ്വന്തം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി RSS നേതാക്കളെ പോയി കാണുന്ന ADGP ആ ADGPയുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസ് ADGPയുടെ അറിവുണ്ടായിരുന്നിട്ടും ഇപ്പോഴും അവിടെ തുടരുന്നത് എന്തുകൊണ്ട് എന്ന CPIയുടെ ചോദ്യത്തിനാണ് ഇനി മറുപടി പറയേണ്ടത്. ആ മറുപടി വരും ദിവസങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മറുപടി പറഞ്ഞു എന്ന ചോദ്യത്തിന് മറുപടി പ്രതിപക്ഷത്തിന് പറഞ്ഞു, പക്ഷേ ഇടതുമുന്നണിക്ക് പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.